രാത്രിയല്ലട്ടാ, രാവിലെയാണ്. 6 മണിക്ക് തന്നെ ഇറങ്ങിയേക്കണേണ്ടാ ഗൈസ്. തിങ്കളാഴ്ച ദിവസമാണ് ഇന്ന്. നല്ല മഴയുള്ളൊരു ദിവസം ഉണ്ടാ. ഇന്ന് നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോണത്, ആരൊക്കെ കയറും, നമ്മുടെ ഊബർ വിളിച്ച് ഏതൊക്കെ കസ്റ്റമർ നമ്മൾ ഇന്ന് പരിചയപ്പെടും, എല്ലാം നമുക്കിന്ന് കണ്ടറിയാം. വാലറ്റിൽ നമ്മൾ പൈസയൊന്നും കൊടുക്കാനില്ല എന്നാണ് എൻ്റെ 315 കൊടുക്കാണ്ട്. സീൻ നാളത്തേക്ക് കൊടുത്താൽ സീനില്ല. ഞാൻ ഊബർ മാത്രമേ ഓണാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് വണ്ടി മഴയത്തേക്ക് ഇറക്കാണ്ട ഗൈസ്. ആദ്യത്തെ ഓട്ടം നമുക്ക് വന്നേക്കണത് കുമ്പളങ്ങി വഴിയിൽ നിന്ന് അരൂരിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് അരൂരിലേക്കൊരു ഓട്ടം കിട്ടുന്നത്. ജസ്റ്റ് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഓണാക്കി 1 മിനിറ്റിനുള്ളിൽ തന്നെ വന്നിട്ടാ. നമുക്ക് പോയി എന്തായാലും പിക്ക് ചെയ്യാം ഗൈസ്. ഞാൻ ആലപ്പുഴയിലാണ്ടാ. എങ്ങനെ എത്തിയെന്നല്ലേ പറഞ്ഞുതരാം. നമുക്ക് ഊബറിൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് കയറിയ ആ കസ്റ്റമർ അരൂർ വരെയായിരുന്നു. അതായത് ജസ്റ്റ് ഒരു 6 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ പള്ളുരുത്തിൽ നിന്ന്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചു ആലപ്പുഴ വരെ പോകാൻ എത്ര രൂപയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഒരു 3000 റുപ്പീസ് ആവും. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് അവർ. 3500 ആ റേഞ്ച് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി തരുമെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു വണ്ടിക്ക് കയറിക്കോ, നിങ്ങൾ ഇറങ്ങണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവർ എത്ര രൂപ തരുമെന്ന് എനിക്കറിയില്ല. ഞാൻ 3500 ആണ് പറഞ്ഞേക്കണത്. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ സമയം 8 മണിയാണ്. അപ്പോൾ 10 മണിക്ക് ഒരു മരിപ്പുണ്ട്. 10 മണിക്ക് ഒരു മരിപ്പുണ്ടെന്നല്ല, 10 മണിക്കാണ് എന്തോ ഒരു മരിപ്പിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ആ ടൈം 10 മണിയാണ് ഒരു പള്ളിയിൽ പരിപാടി. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് പോകാനുള്ള അതാണ്. അപ്പോൾ എന്തായാലും 3 മണിക്കൂർ 4 മണിക്കൂർ പോസ്റ്റൊക്കെ ഉണ്ട് നമുക്ക്. സോ ഞാൻ 3500 പറഞ്ഞേക്കണത്. ഇനിയിപ്പോൾ അവർ എത്ര രൂപ അവിടെ എത്തുമ്പോൾ തരുമെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഊബറിൽ 359 രൂപ മേടിക്കേണ്ടി വരും. അപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കാം. ഇപ്പോൾ അവർ ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയേക്കാനാണ്. അവരെന്നെ വിളിച്ച് ഫുഡ് കഴിക്കാൻ. ഞാൻ പോയില്ല. ഇവരിനി ആ സ്ഥലത്ത് ആലപ്പുഴയിൽ പള്ളിയുടെ എവിടെയോ ആണ്. ആ പള്ളിയിൽ കൊണ്ട് ഡ്രോപ്പ് അടിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാടാ. എന്തായാലും ഇന്നത്തെ ഓട്ടം ആലപ്പി ഓട്ടമാണ് ഗൈസ്. നമ്മുടെ ആലപ്പി ടാക്സി സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളാണ്. നമ്മുടെ ടാക്സി ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. എന്താ റാജ് റെസിഡൻസ്, ആ ഹോട്ടലിലാണ്ടാ. ഇനി എത്ര നേരം പോസ്റ്റ് അടിക്കും, എങ്ങനെയൊക്കെയാണ് പരിപാടികളെന്നൊക്കെ നമുക്ക് നോക്കാട്ടാ. 3500 എന്നുള്ള റേറ്റ് പറഞ്ഞത് കാരണം അവർ ബാർഗെയിൻ ചെയ്യും. ഇപ്പം ഞാൻ 2500 പറയണമെന്നുണ്ടെങ്കിൽ അവർ 2000 ഓക്കെ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ 3500 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 3000 ഓക്കെ ആക്കാൻ പറ്റുമോ ചോദിക്കും. മനസ്സിലായി? അപ്പോൾ ബാർഗെയിനിങ് എന്തായാലും ഉണ്ടാവും. സോ നമുക്ക് ഈ പറഞ്ഞ 3 മണിക്കൂർ ചിലപ്പോൾ 4 മണിക്കൂർ പോസ്റ്റ് ഉണ്ടാവും. പിന്നെ പോകുന്ന വഴിക്ക് വേറെ എവിടെയൊക്കെയോ ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ 3500 നിന്ന് 500 കുറച്ച് 3000 ആണെങ്കിലും നമ്മളെ ഇന്നത്തെ കാര്യം വട്ടവും. മനസ്സിലായോ? അപ്പോൾ ഈ ആലപ്പുഴ ട്രിപ്പ് എടുക്കണ എല്ലാവരും മാക്സിമം ഇങ്ങനെയൊക്കെയാണ് കാണിക്കണമെന്നാണ് എനിക്ക് തോന്നണം. ഞാൻ എൻ്റെ വൈബിൽ ചെയ്ത്. അപ്പോൾ നോക്കാം നമുക്ക് ഇനി എത്ര മണിക്കൂർ പോസ്റ്റ് ഉണ്ടാവും. ശരിക്കും 1 മണിക്കൂർ 250 രൂപ 200 രൂപ വെച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ട് പോസ്റ്റ് അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒറ്റ റേറ്റാണ് പറഞ്ഞേക്കണത്. അതായത് ഇന്ന് എൻ്റെ വണ്ടിയുടെ റെൻ്റാണ് പറഞ്ഞേക്കണത്. 3500 പറഞ്ഞിട്ടുണ്ട്. അതിൽ 500 ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്ത് 3000. ഇത്ര കിലോമീറ്റർ 120 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടയും വേണം. അതാണ് സംഭവം ഗൈസ്. അപ്പോൾ ഗസ്റ്റ് വന്നു കേട്ടോ. നമുക്ക് ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഗൈസ്. അങ്ങനെ ഇവിടെ ഒരു സൈഡിലൊരു ഹോട്ടലാണ് കേട്ടോ. നമുക്ക് പോയി ഫുഡ് അടിക്കാം. അവരെ ഞാൻ വീടിൻ്റെ അവിടെ കൊണ്ടാക്കി. ഇവർ ഇടവഴിയിലായിരുന്നു. അവരെ ഡ്രോപ്പ് അടിച്ചിട്ടാ ഗൈസ്. ഫുഡ് അടിച്ചിട്ടാ. നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂടെ ഓപ്പോസിറ്റാണ്ടാ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട്. ഗൈസ് ഞാൻ ആലപ്പുഴയിലാണ്ടാ. ഒരു ചേട്ടൻ മറ്റേ ബ്രാലിനെ വിൽക്കാൻ വെച്ചാണ്ടാ. ജീവനുണ്ട് കേട്ടോ. ഇനി 3 എണ്ണം. നമ്മുടെ അവിടെ ആണെങ്കിൽ മേടിച്ചുകൊണ്ട് പോയി പൊരിച്ചടിക്കായിരുന്നു. ഞാനേ കുറേ നേരം മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നോ പിടിച്ചേക്കൊണ്ട് സ്ഥലമില്ലെന്ന്. നിറച്ച ആൾക്കാരെല്ലായിടത്തും. ഇതിപ്പോൾ ഒരു കാട് കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ്. മറ്റേ മരിപ്പെടുക്കണവർ ഞാൻ പോസ്റ്റാണ് എന്തായാലും. അപ്പോൾ സമയം 9 മണി 10-10:30 ആവുമെന്നാണ് പറഞ്ഞിട്ട് അവർ. ഞാൻ അവർ 8:30 അവരെ ഡ്രോപ്പ് അടിച്ചതാണ്. നമ്മുടെ ആലപ്പി ബാക്ക് വാട്ടേഴ്സ്. ഞാൻ അവിടെ അമ്പൽപ്പൂ ഉണ്ട് കേട്ടോ. രക്ഷയില്ല, കാണിച്ചിട്ടാ. തോട്ടിൽ മറ്റേ താമര വിരിഞ്ഞിരിക്കാം. നല്ല രസമല്ലേ? അതാണ്ടാ കൊള്ളാലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ.
ആടാ അറ്റം വരെ ഉണ്ട് കേട്ടാ, അറ്റം വരെ ഉണ്ട്. നല്ല രസമല്ലേ കാണാൻ, അടിപൊളി. നമ്മുടെ അവിടുത്തെ തോട്, അതൊക്കെയാണ് തോട്. നല്ല സൗണ്ട് കാണാൻ. അയ്യോ മഴ കൂടി. ഐ ആം ഗോയിങ്. നല്ല ഇടിയപ്പവും മുട്ടക്കറിയും ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഇന്നൊരു മരണ വ്ളോഗാണ്, അതായത് മരിപ്പ് വീട്ടിലേക്ക് വന്ന ഒരു വ്ളോഗാണ് നമ്മുടെ. ഇന്ന് ഒരൊറ്റ ഓട്ടം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. ഇനി ഇവരെ ഡ്രോപ്പ് എത്ര മണിക്കാണ് എത്തിക്കണേന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും 10,000-3000 രൂപ എന്തായാലും നമുക്ക് കിട്ടും. സോ ഒരു 600 രൂപ CNG നമുക്ക് പോവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആലപ്പുഴയിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസം കേട്ടോ. 3 ദിവസമായിട്ട് ഞാനിപ്പോൾ ഓട്ടം ആലപ്പുഴയിലേക്കൊക്കെ തന്നെയാണ്. എന്തായാലും ആലപ്പുഴ ഒരു പുഴ തന്നെയാണ് കേട്ടോ, ഒരു പൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അപ്പുറത്തോട്ടൊക്കെ ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. വന്ന വഴിക്കൊക്കെ ബോട്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ക്യാമറ ഓൺ ആക്കിയില്ല, ഗസ്റ്റ് ഉള്ളതുകൊണ്ട്. സോ അടിപൊളിയായിരുന്നു. എന്തായാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി. നമ്മുടെ ചേട്ടൻ അവൻ ഹോട്ടലില്ലേ, കഴിക്കാൻ പോയ ഹോട്ടലിൻ്റെ ബാക്ക് വശം ഫുള്ള് ഇങ്ങനെ ബോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കണായിരുന്നു. നല്ല രസം, നല്ല സുഖം, നല്ല മഴ, അടിപൊളി. ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ്, നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഓട്ടം. ഞാൻ ഇന്ന് 6 മണിക്ക് ഇറങ്ങാൻ തോന്നിയത് കൊണ്ട് എനിക്ക് ഈ ഒരു ഓട്ടം കിട്ടി. ടൈമിംഗ് ആണ് അതൊക്കെ, മനസ്സിലായോ? അതല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടേണ്ട ഓട്ടം ആയിരുന്നു. ഞാൻ ഇന്ന് 6 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 6 മണിക്ക് കുളിച്ച് ഫ്രഷായി ഇറങ്ങി. 6 മണിക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ കറക്റ്റ് ഒരു ഓട്ടം ഇങ്ങനെ, മനസ്സിലായോ? അതാണ് ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഓട്ടം ഉണ്ടാവുമെന്ന് ചോദിക്കണവരോടാണ്. ഓട്ടം വരും, അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും, അതാ സംഭവം. നമുക്ക് മരണ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കാം. കാരണം ആ ചേട്ടൻ്റെ നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇനി അവർ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റേഞ്ചിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും കാണിച്ചിട്ട് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പെട്ടു പോകണ്ട. നമുക്ക് അവർ പുറത്തേക്ക് ഇറങ്ങണ വശം തന്നെ പോയി നിൽക്കാം. ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. മെയിനായിട്ട് ഒന്ന് പെടുക്കണമായിരുന്നു, മൂത്രമൊഴിക്കണമായിരുന്നു. അല്ലെങ്കിൽ സീനായി പണ്ടാരം പിടിക്കാൻ ഒരു സ്ഥലത്തും നോക്കിയിട്ട് നിറച്ച ആൾക്കാരായിരുന്നു, മനസ്സിലായി. നൈസായിട്ട് ഈ കാട്ടിൽ കയറി, ഈ കാടിൻ്റെ ഉള്ളിൽ കയറി സംഭവം സഹായിച്ച് സെറ്റായി. ഈ തോട്ടിലുള്ള ആമ്പൽ എവിടെയാണെന്ന് അറിയോ? നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നേരെ തന്നെ വഴിയിലാണ് കേട്ടോ ഇതുള്ളത്. വളയൊന്നും വേണ്ട, നേരെ KSRTC സ്റ്റാൻഡിൽ നേരെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ദേ അവിടെയാണ് ഇവിടെ. ഈ ചേട്ടനാണ് കേട്ടോ മരിച്ചത്. ഈ ചേട്ടനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഇത് അവിടെയാണ് മരിപ്പ് വീട്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അതേ ഈ വീടിൻ്റെ ഫ്രണ്ടിലാണ് സൈഡിലായിട്ട് ഞാൻ കൊണ്ട് ഒതുക്കിയിട്ടാണ് കേട്ടോ. നമ്മുടെ വന്ന വഴിക്ക് പട്ടണക്കാട് എത്ര മുമ്പുള്ള ഒരു CNG പമ്പില്ലേ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് അരൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു CNG പമ്പുണ്ട്. ആ CNG പമ്പിൽ എന്തോ ഗ്യാസ് എന്തോ ലീക്കായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതായത് മറ്റേ ഫയർ എക്സ്റ്റിങ്വിഷൻ്റെ മറ്റേ സംഭവമില്ലേ, പുക, ആ പമ്പ് ഫുള്ള് പുക. ഞാൻ വിചാരിച്ചു ദൈവം ഇതെന്താണ് സംഭവിച്ചത്, മൊത്തം പുകയിൽ ഇങ്ങനെ വിളിച്ചു. അതിൽ 2 പേരൊക്കെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കാറിനുള്ളിൽ ഇരുന്ന് വെച്ചാൽ ആൾക്കാർ വണ്ടി വിട്ടോ പോലെ ഗ്യാസ് ലീക്കാണെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ, അവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയില്ല, മൊത്തം പുകയിൽ മൂടി കിടക്കണം ആ പമ്പ്. ഞാൻ നിർത്തി നോക്കിയ പോലുമില്ല, അപ്പം തന്നെ ഞാൻ വണ്ടി വിട്ടു. അതെനിക്കെന്ന് എന്തെങ്കിലും ചെറിയൊരു ഷോർട്ടേജ് വന്നിട്ട് ആ ഫയർ എക്സ്റ്റിങ്വിഷർ വെച്ചിട്ട് അടിച്ചേക്കണേണെന്ന് തോന്നണ്ട. മൊത്തത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെ. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് അടിക്കട്ടോ. പിന്നെ ഈ അരൂരിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ഓട്ടോ ഒക്കെ എടുക്കണ ആൾക്കാർ സൂക്ഷിക്കണം അവിടെ. കാരണം റോഡ് പല സ്ഥലത്തും കുഴികളാണ്. ഇപ്പോൾ മഴ കൂടി പെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം കെട്ടിക്കിടക്കണമായിരുന്നു. അപ്പോൾ ഒരു ടാക്സി വണ്ടി ഞാൻ നോക്കിയപ്പോൾ അത് ഇങ്ങനെ ഇരിക്കണം പാവം. ഞാനപ്പോൾ നിർത്തിയിട്ട് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഹെൽപ്പ് വല്ലതും വേണമെന്ന് വെച്ചപ്പോൾ ഇല്ല അവനെ വണ്ടി വിളിച്ചിരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പോയി. ആ ചേട്ടൻ എവിടെ, പറവൂർ എവിടെയുള്ള. അപ്പോൾ ഈ ആലപ്പുഴ റോഡിലോട്ട് എടുക്കണ ആൾക്കാർ ഈ വന്ന വഴിയൊക്കെ ഫുള്ള് ശോകമാണ്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് പാടില്ല, അല്ലെങ്കിൽ പെട്ടു നമ്മ. ആ ചേട്ടൻ്റെ വണ്ടി ഇങ്ങനെ ബാക്ക് ഇങ്ങനെ കുഴിയിൽ ഇങ്ങനെ പെട്ടിരിക്കണം, ആകെ സീനായി പോയി. അപ്പോൾ വേറെ ഏതോ വണ്ടി വിളിച്ചിട്ടുണ്ട്, വിട്ടോളാൻ പറഞ്ഞ അടുത്ത്. അല്ലെങ്കിൽ നമുക്ക് തള്ളി കയറ്റി എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ തള്ളി കയറ്റാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ആ ചേട്ടൻ്റെ ബാക്കിലെന്തോ ആക്സിലെന്തോ ഒടിഞ്ഞു പോയേക്കണം. ഇങ്ങനെ ബാക്കിൽ അതില്ലേ, അതെന്തോ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് സംഭവം, തള്ളി കയറ്റാൻ പറ്റൂല. അങ്ങനത്തെ ഒരു രീതിയിലിരിക്കണ. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വരിക. അപകടങ്ങൾ എവിടെയൊക്കെയാണ് പതുങ്ങിയിരിക്കണതെന്ന് അറിയാൻ പറ്റില്ല. എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിക്കുക. വേണ്ട, ഇത് ഡ്രൈ ഡോക്ക് ആൻഡ് വർക്ക്ഷോപ്പ് എന്ന് എഴുതിയ കാണാം. ഇതിൻ്റെ ഉള്ളിൽ ബോട്ടിൻ്റെ സർവീസാണല്ലോ, അതിൻ്റെ ഉള്ളിൽ ബോട്ടുകളൊക്കെ ഉണ്ട്. എന്താളേ, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച്
ഇന്ന് ഞാൻ എവിടെയായിരിക്കും എന്നൊരു പിടുത്തമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിക്കോട്ടെ ഇങ്ങനെ ഈ ടാക്സി ഫീൽഡിലെ ആൾക്കാർക്കൊക്കെ നാളെ എവിടെയാണ്, മറ്റന്നാൾ എവിടെയാണ്, ഇതൊന്നും അറിയാൻ പറ്റില്ലടാ. നമുക്കൊരു പ്ലാനിങ് ഇല്ലാത്ത ഒരു ജോലി എന്നൊക്കെ പറയില്ലേ, അതാണിത്. ഇന്ന് ആലപ്പുഴയാണെങ്കിൽ നാളെ മൂന്നാറായിരിക്കും. എന്താണല്ലേ, എന്ത് ലൈഫാണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങോട്ടേക്കാണെന്നും അറിയില്ല, എങ്ങോട്ടേക്കാണെങ്കിലും റെഡി ആയിട്ടിരിക്കുന്ന കുറേ സഹോദരന്മാർ അല്ലേ. അതേണ്ട ആ ചേട്ടൻ അവസാനമായിട്ട് യാത്ര പോണ ടാക്സി വണ്ടി. എൻ്റെ ദൈവമേ, ആ ചേട്ടനും പോവാറായി. ചേട്ടന് 10 മണി വരെ ഉള്ളൂ കേട്ടോ. എന്താണല്ലേ മരണം എന്ന് പറഞ്ഞ സംഭവമേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കും. നമ്മളൊന്നിനോടും വലിയ ആക്രാന്തം ഒന്നും കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കിട്ടണേ കൊണ്ട് ജീവിച്ചു പോവുക. നാളെ എന്ന് പറഞ്ഞ ദിവസം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. ആ ചേട്ടൻ കണ്ടില്ലേ, ഇന്നലെ ഇതിലേ കൂടി നടന്ന് പോയ ചേട്ടൻ ഇന്നിപ്പോൾ ആ ചേട്ടനെ വിളിക്കാൻ വേണ്ടി അവസാന ടാക്സി വണ്ടി പോയി. ഞാനത് എൻ്റെ ടാക്സിയിലിരുന്ന് കാണാം. ജീവിതമൊക്കെ ഇത്ര ഉള്ളു മച്ചാന്മാരെ. ഒന്നിനോടും വലിയ ആർത്തിയൊന്നും പിടിക്കാതെ എല്ലാവരും നല്ല സന്തോഷത്തോടെ ജീവിക്കും. ഇന്നെൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആകെ പോയല്ല ദൈവമേ, ഇന്നൊരു മരണ വ്ളോഗായി പോയല്ല കണ്ടത് രാവിലെ തന്നെ. ഞാൻ 6 മണിക്ക് തുള്ളിച്ചാടി ഇറങ്ങിയതാണ്. ഇന്ന് നമ്മ പൊളിക്കും എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. നമ്മ വന്ന് പെട്ടത് മരണ വീട്ടിലാണ്. അപ്പോൾ നാളെ ചിലപ്പോൾ ജനന വീട്ടിലായിരിക്കും നമ്മ പോണത്. ഇന്നിപ്പോൾ മരണ വീട്, നാളെ ജനന വീട്. അതൊരു ടാക്സിക്കാരൻ്റെ ജീവിതമാണ് ശരിക്കും, ലൈഫ്. ഞാൻ ദുരന്തമാക്കിയതല്ല വ്ളോഗ്, ദുരന്തമാക്കിയതല്ല. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണു, അത്ര നിങ്ങൾ കരുതിയാൽ മതി കേട്ടോ. ആ ചേട്ടൻ്റെ അവസാന ടാക്സി യാത്ര പോയി. ഇതിപ്പോൾ ഇതിലേ കൂടി തന്നെയാണ് ആ ചേട്ടൻ അവസാനം പോകാൻ പോണത്. പാവം. അങ്ങനെ ആദ്യത്തെ ടാക്സി വിളിച്ചിട്ടാണ് ആദ്യമായിട്ട് ഒരാൾ മരിപ്പ് കാണാൻ വേണ്ടി വന്നേട്ടാ. എൻ്റെ ഈ ടാക്സി തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു മരണ വീട്ടിൽ വന്നത്. മരണ വീട്ടിലല്ല വന്നേക്കണം, വീട്ടിൽ അവരാണ് പോയേക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മരിപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, സങ്കടമാണ്. ഞാനപ്പോൾ അങ്ങനെ പോവാറില്ല. പ്രാർത്ഥിക്കും, ദൈവമേ സ്വർഗവും നരകമൊക്കെ ഉണ്ടെങ്കിൽ ആ ചേട്ടനെ സ്വർഗത്തിലേക്ക് എന്നെ ആനയിക്കണേന്നു. എന്തായാലും ഞാനൊക്കെ നരകത്തിലാണ് പോകാൻ വേണ്ടി വെക്കണത്. പിന്നെ സ്വർഗത്തിലേക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഈ ഉള്ള പുണ്യാളന്മാരെല്ലാവരും സ്വർഗത്തിലായിരിക്കും, മനസ്സിലായി. കുറച്ച് അലമ്പായിട്ടുള്ള കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ലാസ്റ്റ് ബെഞ്ചേഴ്സ്, അവരൊക്കെ നരകത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ബെഞ്ചേഴ്സ് എപ്പോഴും സ്വർഗത്തിൽ പോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പഠിപ്പിസ്റ്റും പുണ്യാളന്മാരുടെ ഇടയിലൊക്കെ നമ്മൾ വന്ന് പെട്ട് കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത് വലിയൊരു നരകമായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ നരകത്തിൽ തന്നെ പോണേ കർത്താവേ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അവിടെ ഇത്തിരി അടിച്ചു പൊളിച്ചങ്ങ് നിൽക്കാമല്ലോ. ഇവനെന്ത് തേങ്ങണി മരണ വീട്ടിൽ കിടന്ന് പറയണേന്നല്ലേ. സോറി ഗൈസ്, ഞാൻ എൻ്റെ ലൈഫ് പറഞ്ഞുള്ളൂ. ശരിക്കും മരണ വീട്ടിൽ ഞാനങ്ങനെ കയറാറില്ല ഗൈസ്. ഞാനിപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ വണ്ടി ഇട്ടോളാൻ പറഞ്ഞു, അവിടെ ഒരു പറമ്പ് കാണിച്ചിട്ട്. പക്ഷേ അവരിടവഴി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ആ വണ്ടി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടു. അതുകൊണ്ട് ഞാൻ റോട്ടിൽ ഇട്ടോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതാകുമ്പോൾ അവർക്ക് ജസ്റ്റ് നടന്ന് വന്നാൽ മതിയല്ലോ. ഇടവഴിയിലൊക്കെ കൊണ്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈക്കുകാരൊക്കെ വന്ന് ബോഡി എടുക്കാൻ ടൈം ആകുമ്പോൾ മൊത്തം തിരക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ലോക്കാവും. പിന്നെ വണ്ടി മാറ്റിത്താന്ന് പറഞ്ഞ് മരണ വീട്ടിൽ കിടന്ന് ഓടുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? സോ ഞാൻ പുറത്തെടുത്തിട്ടു. അപ്പോൾ ഈ ടാക്സി ഓട്ടോ എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം അൺപ്രഡിക്റ്റബിളാണ്. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് തന്നെ സംഭവം. ഇന്നിപ്പോൾ ആലപ്പുഴയിലാണ്, നാളെ ഇനി ഞാൻ എവിടെയാണാവോ, ഭൂമിയിൽ തന്നെ ഉണ്ടാവുമോ. ഇന്നൊരു ചെറിയ വ്ളോഗാണ് ഗൈസ്. ഇന്ന് കസ്റ്റമർ റിയാക്ഷനോ ഒന്നും എടുക്കാനില്ല. പിന്നെ നമ്മുടെ കൂടെ വന്ന ബാക്കിൽ 3 ചേച്ചിമാരാണ്, പിന്നെ ഫ്രണ്ടിലൊരു ചേട്ടനായിരുന്നു. ചേട്ടാ പ്രായമുള്ളതാണ്, ഒരു 10-60 വയസ്സുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ബേക്കിൽ അങ്ങേറ്റത്തിരുന്ന് വെച്ചാൽ ചേച്ചി ഭയങ്കര സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കയറിയിട്ട് പള്ളിയിലെ കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണായിരുന്നേട്ടാ. ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ചേച്ചിയാണ്ടാ. അപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു 2000 രൂപ തന്നാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ചേച്ചി ആലപ്പുഴ വരെ വരണം, CNG അടിക്കണം, ടയറ്, വണ്ടിയുടെ സർവീസ്, ഇതെല്ലാം കൂടി വെച്ച് ചേച്ചി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. എന്നിട്ടൊരു ശരാശരി ടാക്സി ഡ്രൈവർക്ക് എന്താണ് കിട്ടണേന്ന് ചേച്ചി ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു.
അപ്പോൾ തന്നെ ആ ചേച്ചി സത്യമാണ്, നീ പറഞ്ഞ സത്യമാണ്, നിങ്ങൾക്കും ജീവിക്കണ്ടേ. അപ്പം തന്നെ ചേച്ചി ടോപ്പിക്കാൻ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളങ്ങോട്ട് സംസാരിച്ചേക്കണം അങ്ങോട്ട് നല്ല രീതിയിൽ മിണ്ടാതെയൊക്കെ ഇരുന്ന്. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആൾ കൊള്ളാല, നീ സംസാരിച്ച് വീഴ്ത്തോലാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറയാം സംസാരിച്ച് വീഴ്ത്തൊന്നുമില്ല, എന്നാലും ഞാൻ സംസാരിക്കും, കറക്റ്റ് കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഓട്ടോയിലാണ് കൂടുതലും സഞ്ചരിക്കണത്, ഞാനങ്ങനെ ദൂരെ യാത്രയൊന്നും പോകാറില്ല, വീട്ടിൽ കാറുണ്ട്, കാറ് മേടിച്ചിട്ടിട്ട് അവർ ആരുമില്ല, മക്കളൊക്കെ പുറത്താണ്, അപ്പോൾ ആരുമില്ല വണ്ടി ഓടിക്കാൻ, വണ്ടി വീട്ടിൽ തന്നെ കിടക്കണേ. എന്നിട്ട് വണ്ടി ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോണത്. ഒരു ചേച്ചിയുടെ പേര് പറഞ്ഞു, എന്താ ബെറ്റി അങ്ങനെ എന്തോ ഒരു ചേച്ചിയുടെ പേര്. ആ ചേച്ചി ഓട്ടോ ഓർഡർ ഉണ്ട്, ആ ചേച്ചിയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അത് കൊച്ചിയിലൊക്കെ ഇപ്പോൾ ഓട്ടോ ഓടിക്കണ ഗേൾസാണല്ലോ, കുറേ ഗേൾസൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്, ചേച്ചിമാരൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ചേച്ചിയാണ് കൊണ്ടുകൊണ്ട് പോകണത്. അങ്ങനെ കുറേ കഥയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സംഭവം രസമാണ്, ചേച്ചിമാരും ഓടിക്കട്ടെ, എല്ലാവരും ഓടിക്കട്ടെ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ തുരതുരാ സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. പള്ളി ആ ഭാഗത്തൊരു പള്ളി കണ്ടായിരുന്നു, ഇനി അപ്പുറത്ത് പള്ളി ഉണ്ടാകുന്ന എനിക്കറിയില്ല. എന്തായാലും ആ ചേട്ടൻ്റെ അവസാനത്തെ യാത്ര നമുക്ക് ഇവിടെ ഈ പള്ളിയിലാണെങ്കിൽ നമുക്ക് ഇതിലേ കൂടി കാണാൻ പറ്റും കേട്ടോ. 10 മണിയാണ് പറഞ്ഞത്, പിന്നെ ചിലപ്പോൾ 10:30 ചിലപ്പോൾ 1 മണിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. വെയിറ്റിംഗ് ചാർജ് ഒന്നും ഞാൻ മേടിക്കണില്ല, ഞാൻ ഒറ്റ റേറ്റാണ് പറഞ്ഞേക്കണത്. ഇതെല്ലാം ആ വെയിറ്റിംഗ് ചാർജ് പെടും. ഒരു ദിവസത്തെ റെൻ്റാണ് ഞാൻ പറഞ്ഞേക്കണത്. ഇതേപോലെയൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ ഗൈസ്, അല്ലാണ്ട് വേറെ രക്ഷയില്ല. 120 കിലോമീറ്റർ ഉള്ളൂ, 3-4 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടാവും. 120 കിലോമീറ്ററിനുള്ളിലുള്ളല്ലോ, അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 3000 ഒക്കെ സീനില്ലാത്ത റേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളായിരുന്നെങ്കിൽ എത്ര രൂപ മേടിക്കുമെന്നൊന്ന് ജസ്റ്റ് കമൻ്റ് അടിക്കണം കേട്ടോ. ഞാൻ രാവിലെ 6:30 മണിക്കാണ് ഇവരെ പിക്ക് ചെയ്തത്, ഇപ്പോൾ സമയം 9:34. ഞാനിനി ഈ വ്ളോഗ് അവസാനിപ്പിക്കുമ്പോൾ അവരെത്ര മണിക്കാണ് അവിടെ ഇറങ്ങണേന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒരു ടാക്സി ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ എത്ര രൂപ മേടിക്കും എന്നൊന്ന് കമൻ്റ് അടിക്കണം കേട്ടോ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഊബറിൽ റേറ്റ് നോക്കിയപ്പോൾ 1600 കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വൺ സൈഡ് കിട്ടിയത്. 1600 + 1600 1200, പിന്നെ ഒരു 300 രൂപ വെയിറ്റിംഗ് ചാർജും കൂടി ഇട്ടിട്ടാണ് ഞാൻ 3500 റേറ്റ് പറഞ്ഞേട്ടാ. പിന്നെ എനിക്കറിയാം പല സ്ഥലത്തും പോസ്റ്റ് ഉണ്ടാവും, മറ്റേ മറിച്ചാണ്, എല്ലാം കൂടി ഒരു റേറ്റ് കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു റേറ്റാണ് ഇട്ടേക്കണം. 5-8 മണിക്കൂറാണെങ്കിലും ഞാൻ നിൽക്കാന്നുള്ള മൈൻഡിലാണ് ഇട്ടത് ആ റേറ്റ്. അപ്പോൾ അവർ 3000 പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും ഓട്ടം കളയണ്ട, ഞാൻ പോയിക്കോളാം. ആ സംഭവം എന്തായാലും നിങ്ങളാണ് ഈ ഒരു ഓട്ടം വന്നേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ മേടിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് ഒന്ന് കമൻ്റ് അടിച്ചില്ലാട്ടാ, എത്ര രൂപ മേടിക്കുമെന്ന്. നല്ല മഴയുള്ള ദിവസമാണ്. ആ ചേട്ടൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പോണത്. പണ്ട് അമ്മൂമ്മയുടെ ഒപ്പം ഞാനിങ്ങനെ മരിപ്പ് വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോൾ അവർ പറയണേ കേൾക്കായിരുന്നു, മഴയുള്ള ദിവസമാണ്, അവൻ സ്വർഗത്തിലേക്കാണ് പോയേക്കണമെന്നൊക്കെ. അപ്പോൾ വെയിലുള്ള ദിവസം നരകത്തിലായിരിക്കും പോണതല്ലേ. എൻ്റെ ദൈവമേ, മഴ പെയ്യണ പോലെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മോ, ഞാൻ ഇനിയിപ്പോൾ സംസാരിക്കണല്ലോ ഗൈസ്, ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഉറങ്ങാനുള്ള ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ഞാൻ ഉറക്കത്തില്ല, പിന്നെ വരാം, പിന്നെ വിളിക്കാം. ആ സാധനമൊക്കെ കൂർക്കം വലിച്ചിടന്ന് തുടങ്ങാൻ എനിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ ഉറക്കം കിട്ടൂല ഗൈസ്. ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇടാൻ നോക്കട്ടെ. ആ വണ്ടി കണ്ട, ആ വാഗനറിൽ പള്ളിയിലെ ചെമ്മരാണ്ട മരണ വീട്ടിലേക്ക് പോണേ ഗൈസ്. അങ്ങനെ 10:48 ആയപ്പോൾ അവരെന്നെ കോൾ ചെയ്തിട്ടാ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി പിക്ക് ചെയ്തേടാ. ഗൈസ് അങ്ങനെ പള്ളിയിലെത്തിയിട്ടാ. പള്ളിയിലെ ഇനി സംസ്കാരവും കൂടി കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചേട്ടന് വേണ്ടി ഞാനും കൂടി ഒന്ന് പോയി പ്രാർത്ഥിച്ചേക്കട്ടെ. ഗൈസ്, കാർമൽ അക്കാഡമി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളുടെ പാർക്ക് ചെയ്തിട്ടാണ്. പള്ളീൻ്റെ തൊട്ട് ബാക്കിലാണ്. ഞാനേ കുഴിമാടം വരെ ഒന്ന് പോയിട്ട് വരാട്ടാ. ഞാനത് എടുക്കണില്ല, വീഡിയോ എടുക്കണതാണ്. ഗൈസ്, ഞാൻ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ട് നിർത്തിയേക്കണത്. 2ാം ക്ലാസ്സിലെ പിള്ളേരാണ് ഇത്, 2A. ഇവന്മാർ ഇടിയുടെ പെരുന്നാളാണ്. ഇവന്മാർ നമ്മുടെ ഗ്യാങ്ങായിട്ട് നിന്ന് അടിക്കണത്. അപ്പുറത്തെ ക്ലാസ്സിൽ മുട്ടനിടി, ഇടിയോടിടി. വേറെ ഒരുത്തനുണ്ട് കേട്ടോ മേളിൽ, അവൻ വഴക്കിട്ടൊക്കെ പോണ്ട്. ഇവർക്കറിയാൻ പറ്റില്ല
ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കണത് അല്ലേ? അടിപൊളിയല്ലേ? ആ സീൻ ഞാനേ കണ്ടോളൂ കേട്ടോ. ബെല്ലടിച്ചപ്പോൾ തന്നെ അവിടെ ഒരു സാറ് വന്ന് ഇങ്ങനെ നോക്കിയിട്ടാ. നോക്കി കഴിഞ്ഞപ്പോ തന്നെ എക്കാക്കൂടി ഓടി അങ്ങോട്ട് കയറി. അടിപൊളി കിഡിലെ സീനായിരുന്നു അത്. ഉണ്ടാവന്മാര് പിന്നെ വന്ന് നോക്കണ്ടിട്ടാ സാറുണ്ടാന്ന്. കാണിക്കണോക്ക് ഓടി പിന്നെ വന്ന് നോക്കി പുള്ളി. ആടാ അവിടെ ഒരുത്തന്നെ ഉള്ളിഞ്ഞിട്ടൊക്കെ നോക്കണ്ടടാ. പിള്ളേരൊക്കെ വെറുതെ സീനുണ്ട് ഇവിടെ. അണ്ടാ സാറ് വന്നണ്ടാ നോക്കണേ. അവിടെ വേടാ ക്ലാസ്സിൽ കയറികളാണ് ഇവിടെ ഒരുത്തൻ. അവൻ കുസ്തിക്കാരനാണ്. അവൻ ഓടിക്കോടാ സാറടാ. ഒരുത്ത കിടന്നൊക്കെ നോക്കണുണ്ടാ. നമ്മൾ മെയിൻ റോഡിൽ കൂടി വന്നിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. അതായത് ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു, പണി നടക്കണുണ്ട്. ഞാനിപ്പോൾ തീരദേശം വഴി അങ്ങോട്ട് കയറി കട്ട് ചെയ്ത് ചെല്ലാനം വഴി നേരെ കൊച്ചിയിലേക്ക് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. അതാണ് നല്ലത്. ആ റോഡും വലിയ മോശമില്ലാത്ത റോഡാണ്. ചെറിയ ഒരു 2 കിലോമീറ്റർ ശോകമാണ്, കുഴപ്പമില്ല. എന്നാലും നമുക്ക് മാരാരിക്കുളം വഴി കട്ട് ചെയ്ത് കലവൂരിൽ നിന്ന് മാരാരിക്കുളം ബീച്ച് വഴി നേരെ കട്ട് ചെയ്ത് തീരദേശം പിടിക്കാം. ഇവിടെ നിന്ന് തീരദേശം പിടിക്കാം, പക്ഷേ ഇവിടുത്തെ റോഡ് ഇത്തിരി ശോകമാണ്. ആണ്ട 2 മിനിറ്റ്സ് ലോവർ കാണിക്കണം. ഞാനപ്പോൾ കറക്റ്റ് റേറ്റാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നണം. ഇനിയിപ്പോൾ 4 മണിയൊക്കെ ആവോ? അങ്ങനെയാണെങ്കിൽ തീർന്നു, വെടിക്കെട്ട് കഴിഞ്ഞ്. ഞാനെന്തായാലും അവരെ ഡ്രോപ്പ് അടിച്ച് കഴിഞ്ഞിട്ടേ എത്ര മണിക്കാണ് ഡ്രോപ്പ് അടിച്ച് കഴിയണേന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര രൂപ നിങ്ങളാണെങ്കിൽ മേടിക്കും എന്ന് എൻ്റെ അടുത്ത് ഒന്ന് കമൻറ്റ് അടിക്കട്ടെ. അപ്പോൾ ഈ കമൻറ്റ് കാണുന്ന ആൾക്കാർക്കും ഒരു യൂസ്ഫുൾ ആകട്ടെ. എന്തായാലും പുതിയ ഓൺലൈൻ ഡ്രൈവേഴ്സിനൊക്കെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അവരുടെ സംശയമൊക്കെ ഒന്ന് മാറ്റാനും മറ്റുള്ളവർക്കും ഒന്ന് അറിയാനും എത്ര രൂപ ഒക്കെ മേടിക്കേണ്ടെന്ന് അറിയാനൊക്കെ ഒരു പ്ലാറ്റ്ഫോം ആവും നമ്മുടെ ഒരു ഇത്. അങ്ങനെയെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലുകൊണ്ടൊരു ഗുണം ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ മച്ചാന്മാരെ അവർ വിളിച്ചിട്ടില്ല, അവർ വിളിക്കണമെങ്കിൽ അത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. പള്ളിയിലെ പരിപാടി കഴിഞ്ഞിട്ടില്ല. അല്ല ഈ കാറൊക്കെ പള്ളിയിലെ പരിപാടിക്ക് വേണ്ടി വന്നേക്കണം. പിന്നെ ഞാനൊന്ന് കാർ അലക്കിടട്ടെ, എനിക്ക് ഇവിടെ നിന്നിട്ട് വട്ട് പിടിക്കണം. പിന്നെ ദിവന്മാരുടെ കളിയും കണ്ട് ഇങ്ങനെ നിൽക്കണമായിരുന്നു കേട്ടോ. ഓ മൈ ഗോഡ്, ദിസ് കസ്റ്റമർ ഈസ് നോട്ട് കമ്മിങ്, വാട്ട് വിൽ വി ഡു? ഗൈസ് ഇപ്പോൾ സമയം 1:51 വരണ വഴിക്ക് വേറൊരു മരിപ്പ് വീടും കൂടി ഉണ്ട്, അവിടെയും കൂടി കയറണമെന്ന് പറഞ്ഞിട്ടാ. ഇപ്പോൾ അവിടെയും പോസ്റ്റാണ് ഗൈസ്. ഗൈസ് ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ടാ. ഇന്നത്തെ ഓട്ടം കഴിഞ്ഞപ്പോൾ അതെ 2 മണിയായിട്ടാ. 2 മണിക്ക് ഞാൻ അവരെ വീട്ടിൽ ഡ്രോപ്പ് അടിച്ചിട്ടാ. അതായത് അവർ ആലപ്പുഴയിൽ പോയി. ആലപ്പിൽ ഈ പറഞ്ഞ പോലെ ഇത്ര ടൈം പോസ്റ്റ് 6 മണിക്ക് തുടങ്ങിയ ട്രിപ്പാണ്. ഇപ്പോൾ 2 മണിക്ക് അവസാനിച്ചത്. അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കണ വഴിയിൽ വേറൊരു മരിപ്പ് അവർക്ക് തന്നെ. അതായത് 2 മരിപ്പ്. ആലപ്പിയിൽ നിന്ന് വന്ന വഴിക്ക് വേറൊരാളും കൂടി മരിച്ച്. അപ്പോൾ ആ പുള്ളിനെയും കൂടി ചെന്ന് കാണാൻ പോണ സീനൊക്കെയാണ്. അപ്പോൾ അവർക്കത് നേരത്തെ അറിയാവുമെന്ന് എനിക്കറിയില്ല. അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഇടക്കൊച്ചി വഴി വന്നം അവിടെ ഒരു മരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ മരിപ്പിലും കൂടി അറ്റൻഡ് ചെയ്ത് അവിടെയും കുറച്ച് നേരം പോസ്റ്റായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവർ നേരെ ഒരാളെ 2 പേരെ ഞാൻ പകുതി ഇടക്കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഇറക്കി വിട്ടിട്ടാ. ഇറങ്ങിയവർ അവിടെ ഇറങ്ങി. ബാക്കി അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ചേട്ടാ. അങ്ങനെ അവർ നല്ല രീതിയിൽ കമ്പനി ആയി കഴിഞ്ഞ് ലാസ്റ്റ് ആ മേഡം ഒരു വഴിയൊക്കെ കാണിച്ചു തന്ന്. പള്ളുരുത്തിൻ്റെ ഉള്ളിലുള്ള വഴിയാണ്. ആ വഴി കൂടി കയറി ഞാൻ പോകാറുള്ള വഴിയാണ്. ആ പോകാറുള്ള വഴിയിൽ കയറുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം അതേ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഗേറ്റ് ഇങ്ങനെ തുറന്ന് വരും, ആ ഗേറ്റിലേക്ക് കയറ്റിക്കോളാൻ പറഞ്ഞിട്ടാ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വമ്പനൊരു വീട്, വലിയൊരു കിണ്ണങ്കാശി വീട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഗേറ്റ് തുറന്നു വരുന്നു. വമ്പനൊരു ചികിചെല്ലി വീട്, എൻ്റെ പൊന്നോ കിളി പോണ വീട്. ആ വീട്ടിലോട്ട് കയറ്റി ഓട്ടോമാറ്റിക്കൊക്കെയാണ് ഗേറ്റൊക്കെ തന്നെ തുറന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ കയറ്റി. അപ്പോൾ മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഫെബിക്ക് ഞാൻ 3500 ഫെബി പറഞ്ഞത്. അപ്പം ഫെബി നമ്മൾ ഡീലായത് 3000. അപ്പോൾ ഇനി എന്തെങ്കിലും വെയിറ്റിംഗ് ചാർജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞൊന്നുമില്ല, ആ റേറ്റ് തന്നാൽ മതി മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് 3350 ഇട്ടെന്ന് എനിക്ക്. കാരണം എനിക്ക് അത് ലാസ്റ്റ് ഊബർ വിളിച്ച് ആളെ നമ്മൾ പോയത്. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടി എനിക്ക് കിട്ടുമെന്ന് മേഡം. അടിപൊളി ഗൈസ്, 3350 രൂപ.
എന്തായാലും ഇന്നൊരു കിടിലൻ ദിവസമായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റിയതുകൊണ്ട് ഈ ഗസ്റ്റിനെ തന്നെ എനിക്ക് കിട്ടി. ഇങ്ങനെ ഒരു ഓട്ടം കിട്ടി, സംഭവം സെറ്റായി. 2 മണിക്ക് തന്നെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ അച്ഛൻ പറയും ഞാനിനി വീട്ടിലോട്ട് കയറാനാണ്, കാരണം വീടിൻ്റെ അവിടെ തന്നെയാണല്ലോ നമുക്ക് ഓട്ടം കിട്ടിയത്. അപ്പോൾ വീട്ടിൽ കയറി, ഇനി വീട്ടിൽ കയറി ഫുഡ് അടിച്ച് 4 മണിക്ക് നമുക്ക് ബാങ്കിലൊരു ഓട്ടം കൂടി ഉണ്ട് കേട്ടോ. ആ ഓട്ടം കൂടി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. എന്തായാലും ഇതൊരു മരണ വ്ളോഗായിരുന്നു കേട്ടോ ഗൈസ്. ഇത് വേണ്ട, വണ്ടി ഫുള്ള് ചെളിയാണ്ട, ആ റോട്ടിൽ കൂടി പോകുന്നുണ്ട. എന്തായാലും നാളെ സർവീസിന് നമ്മൾ കയറ്റണേ ഉള്ള, അപ്പോൾ പിന്നെ സീനില്ല. ഫുള്ള് സീനാണ്. ഹായ് ഗായ്സ്, പപ്പ വന്നു ഫുഡ് കഴിച്ചു. ഹായ് ഗായ്സ്, ദ ടൈം ഈസ് 4:04. അപ്പോൾ നമുക്ക് നേരെ ആ ബാങ്കിലെ ഓട്ടോ കൂടി കഴിഞ്ഞിട്ട് വണ്ടി സർവീസിന് കയറ്റണ്ടേ. നാളെ എന്തായാലും വണ്ടി സർവീസിന് കയറ്റണേ. ഒരു 6,000 രൂപ ചിലവുണ്ടെന്നാണ് എല്ലാവരോടും ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 18,000 കിലോമീറ്ററിനടുത്തായിട്ടാ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ടർബോ മൊബൈൽസിൽ നിന്നൊരു ഫോണ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോണൊന്ന് കൊറിയർ ചെയ്ത് കൊടുക്കണം. അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നേരെ 4:30 മണിയാകുമ്പോൾ ബാങ്കിൻ്റെ അങ്ങോട്ട് ചെല്ലാട്ടോ. ബാങ്കിലോട്ടം ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ. അതൊരു 750 റുപ്പീസ് കിട്ടും നമുക്ക്. അപ്പ് ആൻഡ് ഡൗൺ ആണ്. അത് നമ്മൾ ബില്ല് എഴുതി പാസ്സാക്കണം. 3 ദിവസത്തിനുള്ളിൽ കിട്ടും. അങ്ങനെയാണ് ബാങ്കിലോട്ടാക്കുക. സോ നമുക്ക് ടർബോ മൊബൈൽസിൽ പോയിട്ട് കാണാം ബാക്കി. ഞാൻ ടർബോ മൊബൈൽസിൽ എത്തിയിട്ടാ. ഇവിടെ ഒരു ഓട്ടോ ചേട്ടൻ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഈ വണ്ടി ഇങ്ങനെ കിടക്കണ കാണാതെ വല്ല ബാക്ക് അടിക്കുമോയെന്ന് അറിയില്ല. നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ പറയണ പോലെ വണ്ടിയുടെ നമ്പർ എടുത്ത് വെച്ചേക്കാം. എപ്പോഴാണ് ഉപകാരപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. വണ്ടിയുടെ നമ്പറൊന്ന് ഒട്ടി വെച്ചേക്കാം. ഹേ ഗൈസ്, അവിടെ പോയിട്ട് ഞാനെല്ലാം കൊറിയർ അയച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നാളെ മറ്റന്നാൾ അവർക്ക് ആ ഫോൺ എത്തിക്കോളും. അപ്പോൾ ഇത് നമ്മുടെ മൊബൈൽ ഷോപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് പൗച്ച്, കാറ്, അക്സസറീസ്, അതായത് ഈ സാധനം, ഇത് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ, സ്പെക്സ്, പിന്നെ അതേ കാർ ചാർജർ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അടി കൊടുത്താൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കൊറിയർ അയച്ചുതരാം. കൊറിയർ കേരളത്തിലാണെങ്കിൽ 70 രൂപ ചാർജ് ആവും കേട്ടോ. അതും കൂടി ഒന്ന് നോക്കിയേക്കട്ടോ ഗൈസ്. അങ്ങനെ ബാങ്കിൽ ഓട്ടോ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ പനമ്പള്ളിനാറിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ റെയിൽവേ ക്രോസ് ഉണ്ട് ഇവിടെ. ചെറിയൊരു വഴിയാണ്. അപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇത് കണ്ട, ഇത് ബാങ്കിൽ മാത്രം ഓടുന്ന വണ്ടിയാണത്. ടെൻഡർ ഇട്ട് വണ്ടി ഓടാൻ പറ്റും ഇതേപോലെ. അതൊക്കെ അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കട്ടോ. കുറച്ച് ഡീറ്റെയിൽ എടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ സമയം 6:09 കേട്ടോ. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാ ഗൈസ്. അപ്പോൾ 750 റുപ്പീസും കൂടി എഴുതി സെറ്റാക്കി ബില്ല് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ SBI ബാങ്കിൽ ഞാൻ അവിടെ മറ്റേ ടെൻഡർ ഇട്ട് ഓടുന്ന ആൾക്കാരുണ്ടാവില്ല, മീൻസ് SBI തന്നെ ബോർഡൊക്കെ വെച്ചിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ട് ഓടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ. മീൻസ് അത് ഇങ്ങനെയാണ്, അത് എന്ത് ബേസിലാണ് ഓടുന്നത്, ടെൻഡർ വരുമ്പോൾ അതിലാണ് നോട്ടീസ് വന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല അതിനെപ്പറ്റി. അപ്പോൾ അതറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കട്ടോ. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയാണ്. എല്ലാം അറിഞ്ഞിരിക്കാൻ നല്ലതല്ലേ, അതുകൊണ്ട് ചോദിച്ചാട്ടോ. അതുപോലെ തന്നെ കസ്റ്റംസിൻ്റെ ബോർഡ് വെച്ചിട്ട് പോകുന്ന ടാക്സി വണ്ടികൾ കാണാറുണ്ട്. അപ്പോൾ SBIയുടെ കാണാറുണ്ട്. അങ്ങനെ എയർപോർട്ട് അതോറിറ്റി, പിന്നെ നമ്മുടെ ഖത്തർ എയർവേസ്, അങ്ങനെ കുറച്ച് ടീമിനൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വണ്ടി ഓടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്ക്. അത് എങ്ങനെയാണ് അതിൽ കയറി പറ്റണത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനത് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അത് ഞാൻ ചോദിക്കണത്. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. 6 മണിക്ക് ഇറങ്ങി. ഇത് 6:20 ഞാൻ ഇറങ്ങിയത്. കറക്റ്റ് 6:13. അതായത് 12 മണിക്കൂർ നമ്മ ഇന്ന് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ആലപ്പുഴ മൊത്തം കറങ്ങി മൊത്തത്തിലൊന്ന് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്. ഇന്ന് മൺഡേ. നാളെ ചൊവ്വാഴ്ച നമ്മുടെ വണ്ടി സർവീസിന് കയറ്റാൻ വേണ്ടി പോകുന്നതാണ്. സർവീസ് സെൻറ്റർ എവിടെ കയറ്റണമെന്നൊരു ഇതില്ല. എന്തായാലും നമുക്ക് നോക്കാം. നാളെ കൂട്ടുകാരന്മാരോടൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് നൈസായിട്ട് സർവീസ് സെൻറ്ററിൽ കയറ്റാം. നാളത്തെ വീഡിയോ കണ്ടു എന്തായാലും സർവീസ് സെൻറ്ററിൽ കയറ്റി പോസ്റ്റ് അടിച്ചിരിക്കുന്ന വീഡിയോ ആയിരിക്കട്ടെ.
അപ്പോൾ ബൈ ബൈ. ഇന്നൊരു മരണ വ്ളോഗായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ചങ്കുണ്ട്, ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണക്കാരനാണ്. അത് നൈസ് സൈഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോടാ എന്നൊക്കെ ചോദിച്ച്. ഇപ്പം നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കണ്ടല്ലോ നമുക്ക് സൈഡായിട്ട് ബ്രോ എങ്ങനെയുണ്ട്, ഓടിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കണല്ലേ. അതേപോലെ ഞാൻ ചോദിച്ച ഒരു വ്യക്തിയുണ്ട്, പുള്ളിയുടെ ബർത്ത്ഡേ ആണ്, അതായത് നാളെ. അപ്പോൾ പുള്ളിക്ക് ഒരു രാത്രി 12 മണിയാകുമ്പോൾ നമ്മുടെ കമ്പനിക്കാരൻ ഒക്കെ ആയിട്ട് പോയിട്ട് നൈസ് ഒരു കേക്ക് മേടിച്ച് മുറിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോ ചോദിച്ച് നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ വിഷ്വലും കൂടി ഒന്ന് കണ്ടിട്ടോ ഗൈസ്. ഇപ്പോൾ സമയം 1:13 കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാനൊരു മണ്ടത്തരം കാണിച്ച്. ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി, ഐഫോൺ എടുക്കാൻ മറന്നുപോയി. ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് വീഡിയോസൊന്നും. മറ്റേ ഫോണിൽ ഷൂട്ട് ചെയ്ത ക്ലിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഉണ്ട്, പക്ഷെ ക്ലാരിറ്റി കൊണ്ട് സീനായി പോകും. 1:13 കേക്കൊക്കെ കട്ട് ചെയ്ത് ഇവിടെ കാണിച്ചു തരാം ഒരു ചെറിയ ഫോട്ടോ. സൂപ്പറായിരുന്നു. രാത്രി ഹാർബർ പാലത്തിൻ്റെ മേളിൽ പോയെന്ന് ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്തു. അപ്പോൾ അച്ഛൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.